الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഭൗതിക ജീവിതം ഒരു പരീക്ഷണ ഘട്ടമാണ് എന്ന് പലപ്പോഴും ഖുത്ബകളിൽ സൂചിപ്പിച്ചിട്ടുള്ള സംഗതിയാണ്. അനന്തമായ ജീവിതത്തിലെ ആദ്യഘട്ടം മനുഷ്യന് വിശ്വാസ സ്വാതന്ത്ര്യവും അതനുസരിച്ചുള്ള പ്രവർത്തന സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള ഘട്ടമാണ്. ഇത് താൽക്കാലികമായ ഒരു സംവിധാനം. ഇത് കഴിഞ്ഞാലുണ്ടാകുന്ന ജീവിതത്തിൻ്റെ ഘട്ടം അനന്തമാണ്, ഒരിക്കലും അവസാനിക്കാത്തതാണ്. ഇവിടെ സുഖദുഃഖ സമ്മിശ്രമായിരിക്കും ജീവിതം. അവിടെ എത്തിയാൽ സുഖമാണെങ്കിൽ അനന്തമായ സുഖം, ദുഃഖമാണെങ്കിൽ അങ്ങനെ. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം ആ രീതിയിലാണ് ഖുർആൻ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഇവിടുത്തെ ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള വിഭവങ്ങളും സമയവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരലോക ജീവിതത്തിലെ വിജയത്തിന് അധ്വാനിക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ജീവിത പ്രയാണത്തിൽ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും രോഗങ്ങളും വേദനകളും അതുപോലെ സുഖവും ഒക്കെ ഉണ്ടാവും. ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാതെ വിടുകയില്ല എന്നുള്ളത് അള്ളാഹുവിൻ്റെ മാറ്റമില്ലാത്ത നിശ്ചയത്തിൽപ്പെട്ടതാണ്. ജനങ്ങൾ അങ്ങനെയൊന്നും തെറ്റിദ്ധരിച്ചു പോകേണ്ട. എല്ലാവരെയും നാം പരീക്ഷിക്കും. ഇന്നാ കുന്നാ മുബ്തലീൻ, നാം പരീക്ഷിക്കുന്നതിൽപ്പെട്ടതാണ്. അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞങ്ങൾ സത്യവിശ്വാസികളാണ് എന്ന് പറഞ്ഞതുകൊണ്ട്, പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം അവരെ പരീക്ഷിക്കാതെ ഉപേക്ഷിക്കും അല്ലെങ്കിൽ വിടും എന്നവരാരെങ്കിലും ധരിച്ചു വശായിട്ടുണ്ടോ? വലഖദ് ഫത്തന്നല്ലദീന മിൻ ഖബ്ലിഹിം,
നിങ്ങൾക്ക് മുമ്പുള്ള ജനതതികളെ മനുഷ്യരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് ഫയഅലമന്നല്ലാഹുല്ലദീന സദഖു വയഅലമന്നൽ കാദിബീൻ, ഈ പ്രഖ്യാപനത്തിൽ സത്യസന്ധരാരാണ് കള്ളന്മാരാരാണ് എന്ന് നാം തിരിച്ചറിയുക തന്നെ ചെയ്യും. വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. സത്യവിശ്വാസ പ്രഖ്യാപനം നടത്തി അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താതെ പോകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു കപട വിശ്വാസമായി മാറും. അപ്പോൾ സത്യവിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സത്യസന്ധന്മാരാണ്, വിശ്വാസത്തോട് കൂറു പുലർത്തുന്ന സത്യസന്ധർ ആരാണ്, വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന കള്ളന്മാർ കപടന്മാരാരാണ് എന്ന് പ്രായോഗിക ജീവിതത്തിലെ പരീക്ഷണങ്ങൾ കൊണ്ട് നാം തിരിച്ചറിയുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാത്തത് കൊണ്ടൊന്നും അല്ല ഈ പരീക്ഷണങ്ങൾ. അവൻ്റെ ഒരു വ്യവസ്ഥ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണെന്നുള്ളത്. അപ്പോൾ പരീക്ഷണത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിസന്ധികളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. നന്മയും തിന്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് വെക്കുന്നത്. അപ്പം നന്മയുണ്ടായാലും പ്രത്യക്ഷത്തിൽ തിന്മയുണ്ടായാലും അല്ലാഹുവിൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കണം. അതിന് നിങ്ങൾ അല്ലാഹുവിൻ്റെ സഹായം തേടണം എന്ന് ഖുർആൻ നിരന്തരമായി ഉപദേശിക്കുന്നുണ്ട്. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, അതായത് നിങ്ങൾ അല്ലാഹുവിൻ്റെ സഹായം തേടുന്നത് ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടുമായിരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിട്ടുള്ളത്. ക്ഷമ എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാളൊരു അടി അടിച്ച് തിരിച്ച് എനിക്ക് അടിക്കാൻ കഴിവില്ലാത്ത അത്ര കഴിവുള്ളവനാണ് മറ്റെങ്കിൽ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേര് ക്ഷമ എന്നല്ല, അത് കഴിവില്ലായ്മ എന്നാണ്. പ്രതികാരം ചെയ്യാൻ സൗകര്യവും ശക്തിയുമൊക്കെ ഉള്ളപ്പോൾ ആദർശത്തിൻ്റെ പേരിൽ അതിൽ നിന്ന് മാറി നിൽക്കുക. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ആദർശം ബലി കഴിച്ചിട്ട് ആ വിഷയത്തിൻ്റെ താല്പര്യത്തേക്ക് പോവുക, അത് ക്ഷമയില്ലായ്മ. സബറ അലാ കഥ, ഏതൊരു ആദർശത്തിലാണുള്ളത്, ഏതൊരു വിശ്വാസത്തിലാണുള്ളത്, ആ വിശ്വാസത്തിൽ ഏത് വൈതരണിയിലും ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ക്ഷമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റെഡ്ഫാസ്റ്റ്നെസ് എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ തന്നെ പറയാം. അത് പറഞ്ഞാൽ മലയാളത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ അത് അറിയുന്ന ആളുകൾക്ക് വ്യക്തമാകും. വളരെ ദൃഢമായി നിൽക്കുക, ഒരു വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ ദാർഢ്യത, അതിലുറച്ചു നിൽക്കുക. ഒരു അസുഖം കണ്ട ഡോക്ടർമാരെല്ലാം കാണിച്ചു, എന്നിട്ടും അസുഖം കുറയുന്നില്ല. അങ്ങനെ പല ആളുകളെയും കാണിച്ചു. അപ്പോൾ ഇന്നടത്ത് പോയിട്ട് ഇന്ന ഒരു പൂജ നടത്തിയാൽ അല്ലെങ്കിൽ ഇന്ന ആളെ കണ്ടാൽ അയാളുടെ ഒരു പ്രത്യേകമായ ഒരു കഴിവ് കൊണ്ട് ഈ രോഗം കുറയുമെന്ന് പറയുമ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ല, അള്ളാഹുവാണ് രോഗം വെക്കുന്നത്, ഷിഫയാക്കുന്നത്. അതുകൊണ്ട് എന്നോട് പറഞ്ഞത് പ്രാർത്ഥിക്കാനും മരുന്ന് കഴിക്കാനുമാണ്, അല്ലാതെ ഞാൻ അതല്ലാത്ത പൂജയും മന്ത്രങ്ങളും അള്ളാഹു അല്ലാത്ത ആരുടെങ്കിലും പോയിട്ട് ഇതിനൊരു സഹായം ചെയ്യുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ആ രോഗത്തിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചിട്ട് ആ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കാം. ചില ആളുകളുടെ ജീവിതത്തിൽ ചില അപജയങ്ങളും പരാജയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, കച്ചവടത്തിൽ നഷ്ടം വരാറുണ്ട്. അപ്പോൾ ചില ജ്യോത്സ്യന്മാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞു ഇപ്പോൾ സമയം ലേശം മോശമാണ്, അവിടെ ഇങ്ങനെ ചെയ്താൽ അത് ശരിയാവും. ഉടനെ അതന്വേഷിച്ചു പോകുന്ന സത്യവിശ്വാസികളുടെ പേരുള്ള ആളുകളും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അതുപോലെ ചില പ്രത്യേകമായ മന്ത്രവാദികളെടുത്ത്, അതുപോലെയുള്ള ചില പൊടിക്കൈ കാണിക്കുന്ന ആളുകളെടുത്തുമൊക്കെ സൂത്രത്തിൽ കാര്യം കഴിച്ച് കിട്ടാൻ വേണ്ടി പോകുന്ന സ്വഭാവവും ഒക്കെ ഉണ്ട്. അപ്പം അവിടെയൊക്കെ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ സത്യത്തിനപ്പുറമുള്ള ചില സൂപ്പർസ്റ്റിഷൻ, അതായത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വിശ്വാസങ്ങളിലേക്ക്, സത്യനിഷേധത്തിലേക്ക് പോകുന്ന ഒരു സ്വഭാവം. അപ്പോൾ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിനോട് നമസ്കാരത്തിലൂടെ, പ്രാർത്ഥനയുടെ ഏറ്റവും ഉദാത്തമായ ഒരു രൂപം നമസ്കാരമാണ്. അതിലെല്ലാമുണ്ട്. നമ്മളുടെ പ്രതിജ്ഞയുണ്ട്, നമ്മുടെ കുമ്പിടലുണ്ട്, ഏറ്റവും വിനയാന്വിതമായ സുജൂദുണ്ട്. നമസ്കാരം ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യജമാനനുമായുള്ള ഏറ്റവും ബൃഹത്തായ മഹത്തായ ഒരു മുലാഖാത്താണ്.
ഒരു കൂടിക്കാഴ്ചയാണ്. ഒരടിമ അവൻ്റെ ഉടയവനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സുജൂദിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. നമ്മൾ തല ഉയർത്തിയാണ് നടക്കുന്നത്. മനുഷ്യന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്, ഉയർത്തിയ തലയുമായി നടക്കുന്ന ഒരു ജന്തുവാണ് മനുഷ്യൻ. മൃഗങ്ങളെല്ലാം തല താഴ്ത്തിയിട്ട് നടക്കുക. അപ്പോൾ നമ്മൾ തല ഉയർത്തി നടക്കുന്ന ഈ മനുഷ്യൻ അവൻ്റെ തല താഴ്ത്തി വെക്കുന്നത്, കുമ്പിട്ട് വെക്കുന്നത് അവൻ്റെ രക്ഷിതാവിൻ്റെ മുന്നിൽ മാത്രമാണ്. അപ്പോൾ അവൻ്റെ എല്ലാ അഭിമാനവും എല്ലാ സംഗതികളും രക്ഷിതാവിൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് വിനയാന്വിതമായി ചെയ്യുന്ന ആ നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും അത് ഓർമ്മിപ്പിക്കുകയും സൂചിപ്പിക്കുകയും ചെയ്യേണ്ടത് സത്യവിശ്വാസികളുടെ പരസ്പര കടമയാണ്. നമസ്കാരം കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുക എന്നും, അതിനെ സംബന്ധിച്ചിടത്തോളം ഭക്തിയില്ലെങ്കിൽ, താല്പര്യമില്ലെങ്കിൽ ആ നമസ്കാരം ഒരു പ്രയാസകരമായി തോന്നും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സമയമായാൽ നമസ്കരിക്കുക എന്നത് സത്യവിശ്വാസിയുടെ ആനന്ദത്തിൻ്റെ കാര്യമാണ്, അനുഭൂതിയുടെ സംഗതിയാണ്. ആദ്യം ഇനിയിപ്പോൾ നിസ്കരിക്കണമല്ലോ എന്ന് പറഞ്ഞ ഒരു ഭാരമായി തോന്നുന്നത് സത്യവിശ്വാസ കുറവ് കൊണ്ടാണ്. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, അതായത് ഭയഭക്തി ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിഷമകരമായ, പ്രയാസകരമായ ഒരു സംഗതിയായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുക എന്നുള്ള. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കുളിർമയാണ്, ആശ്വാസമാണ്, സമാധാനമാണ്. അതിലവന് അവൻ്റെ രക്ഷിതാവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലുള്ള ആനന്ദവും സന്തോഷവും സംതൃപ്തിയും അനുഭൂതിയും ആസ്വദിക്കുക തന്നെ ചെയ്യും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലവരും വ്യക്തമാക്കിയതാണ്. അപ്പം ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തെ മനസ്സിൽ പ്രതീക്ഷിക്കുക എന്നത് തന്നെ സത്യവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്. ഒരു സ്ഥലത്തൊരു വിശ്വാസി യാത്ര പോകുമ്പോൾ 12 ആവുമ്പോൾ ളുഹറിന് ബാങ്കാവും, അപ്പം ഞാൻ നമസ്കരിക്കാൻ ഇന്ന സ്ഥലത്ത് എത്തും എന്ന ഒരു പ്ലാൻ അവൻ്റെ അടുത്തുണ്ടാവും. അസറിനായാലും മഗ്രിബിനായാലും ഇശാക്കായാലും ഒക്കെ അങ്ങനെ അവൻ്റെ ജീവിതത്തിലുടനീളം നമസ്കാരമായി ബന്ധിതമായി കൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ടൈം ടേബിൾ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഖാശിഈങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് അല്ലദീന യظنون അന്നഹും മുലാഖു റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രതീക്ഷിക്കുന്ന ആളുകളാണ്, അള്ളാഹുവുമായി കണ്ടുമുട്ടും, തിരിച്ച് അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങിപ്പോകും എന്ന ശുഭപ്രതീക്ഷയുള്ള ആളുകളാണ്. മരണവും മരണാനന്തര ജീവിതവും അനുഭൂതിപൂർവകമായ ചിന്തകളായി കൊണ്ട് നടക്കുന്ന സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം എന്നും അനുഭൂതിയായിരിക്കും, ആശ്വാസമായിരിക്കും. നമസ്കാരത്തിലുള്ളൊരു പ്രത്യേകത നമ്മുടെ ആഗ്രഹാഭിലാഷങ്ങൾ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ, താല്പര്യങ്ങൾ ലോകത്ത് മറ്റാരും അറിയാതെ സ്വന്തം രക്ഷിതാവിനോട് തുറന്നു പറയാനുള്ള ഒരു അപൂർവമായ അവസരമാണ് ആ നമസ്കാരം എന്നുള്ള. അത് ആളുകൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഉച്ചരിക്കുന്ന അറബി വാക്കുകളുടെ അർത്ഥം അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ തൃപ്തിയാവാറില്ല. അത്തരം ആളുകളോട് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ എല്ലാ സംഗതികളും അതിൽപ്പെട്ടു. ഒരാളൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ച്, പ്രവാചകരെ, ഒരുപാട് ദുആകൾ അങ്ങ് പഠിപ്പിച്ചിട്ടുണ്ട്, അതെല്ലാം കൂടി കാണാതെ പഠിച്ച് പറയാനുള്ളൊരു കപ്പാസിറ്റിയും ബുദ്ധിയൊന്നും എനിക്കില്ല. ഒരു ദുആ എനിക്ക് പഠിപ്പിച്ചു തരാം, വേറൊരു ദുആയും ഞാൻ പറയില്ല, ജീവിതത്തിൻ്റെ എല്ലാ സംഗതികളും അതിൽ പെടണമെന്ന് പറഞ്ഞപ്പോൾ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ എന്ന് പറയാൻ പറഞ്ഞു. അയാൾ ളുഹറിനായിട്ടാണത് ചോദിച്ചത്. അസറിനും മഗ്രിബിനും അത് ആവർത്തിച്ചതായിട്ടാണ് ഹദീസ് നിവേദനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ റസൂല് അതിന് മറുപടി അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും മഹത്തായ എല്ലാ സംഗതികളുടെയും നന്മ, ദുന്യാവിലും ആഖിറത്തിലും നന്മ ചോദിക്കുന്ന. ഇത് ദുന്യാവിലും ആഖിറത്തിലും നന്മ ചോദിക്കുമ്പോൾ ഇന്നിടത്ത് ഇന്ന കോലത്തിൽ എനിക്ക് ഇന്നതുണ്ടാക്കി തരണേ, ഇന്നത് ചെയ്തു തരണേ എന്നൊന്നും പ്രത്യേകിച്ച് പറയാതെ തന്നെ ഇതെല്ലാം അറിയുന്ന രാജരക്ഷിതാവായ എൻ്റെ സംരക്ഷകനോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തിൽ പറയുമ്പോൾ അറിയാതൊരു കുളിർമ അവൻ്റെ ഉള്ളിലേക്ക് അയക്കാൻ അല്ലാഹു മാലാഖമാരെ ആകാശലോകത്തുനിന്ന് ഇറക്കി വിടുന്നതാണ് എന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ സത്യവിശ്വാസികളെ ജീവിതത്തിലെ പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് സഹായം അഭ്യർത്ഥിക്കുക എന്നും മുൻകാല പ്രവാചകന്മാരും പറഞ്ഞു പഠിപ്പിച്ചതാണ്. ഭൂമിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ നാട്ടിൽ കലാപങ്ങളുണ്ടാവും, ചിലപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവും, അതുപോലെ തന്നെ വിപത്തുകളുണ്ടാവും.
ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ തത്വസംഹിത ഒന്നും ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ഭരണാധികാരം നൽകും. അങ്ങനെ ഒരു പ്രവാചകനും അനുയായികളും കഷ്ടം അനുഭവിച്ച ഒരു ഘട്ടത്തിൽ ആ പ്രവാചകൻ അനുയായികളോട് പറഞ്ഞു ഇത് തന്നെയാണ്. മൂസ പറഞ്ഞു ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയോട്, ഇസ്തഈനു ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം അഭ്യർത്ഥിച്ചുകൊള്ളുക. നാട്ടിൽ ഭരണാധികാരം കൊണ്ട് ഈ പാവപ്പെട്ട ഇസ്രയേലി ജനതയെ മർദ്ദിച്ചൊതുക്കിയ ഒരു ഭരണാധികാരി വർഗത്തിനെതിരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം അഭ്യർത്ഥിക്കാൻ പറഞ്ഞിട്ട് മൂസ നബി ഒരു യാഥാർത്ഥ്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഇന്നൽ അർള ലില്ലാഹ്, ഈ ഭൂമി അള്ളാഹുവിൻ്റെതാണ്, ഇവിടെയുള്ള മനുഷ്യരുടേതല്ല. യൂരിദുഹാ മൻ യശാഉ മിൻ ഇബാദിഹി, അതായത് ഇതിന്റെ അനന്തരാവകാശം, ഇതിന്റെ രാജാധികാരം, ഇതിന്റെ ഭരണാധികാരം നൽകുന്നത് അള്ളാഹു അവന്റെ അടിമകളിൽ അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കായിരിക്കും. ഇഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിച്ച ആളുകൾക്കായിരിക്കും. അവന്റെ തൃപ്തിയുള്ള ആളുകൾക്കെന്നല്ല പറഞ്ഞത്, അവൻ ഉദ്ദേശിച്ച ആളുകൾക്കാണ് ഭൂമിയിലെയും ഭൂമിയുടെ പ്രദേശങ്ങളെയും ഭരണാധികാരം നൽകുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, സൂക്ഷ്മതയുള്ള ആളുകൾക്കായിരിക്കും ശുഭകരമായ പര്യവസാനം എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തൊരു ഭരണമാറ്റമുണ്ടായപ്പോൾ സത്യവിശ്വാസത്തിന്റെ യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസത്തിന്റെ വീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രയാസവും ബേജാറുമൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങളും സംഭാഷണങ്ങളും എഴുത്തുകളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ള ഇത് ഇന്നുള്ളൊരു പുതിയ സംഭവമൊന്നുമല്ല. ഇന്നലകളിലും ചരിത്രത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നും സത്യവിശ്വാസികൾ തന്നെ നാടിന്റെ ഭരണം കൈയാളൊന്നുമില്ല. സത്യനിഷേധികളായ ആളുകളും അതുപോലെ സത്യവിശ്വാസത്തോട് താല്പര്യമില്ലാത്ത ആളുകളുമൊക്കെ നാടിന്റെ ഭരണം കൈകാര്യം ചെയ്തിട്ടുണ്ട്. സത്യവിശ്വാസികളോട് നല്ല നിലയ്ക്ക് പ്രവർത്തിച്ച, നല്ല നിലയ്ക്ക് വർത്തിച്ച, സത്യവിശ്വാസത്തിന് അനുകൂലമായി പ്രവർത്തിച്ച, സത്യവിശ്വാസത്തിൽ യാതൊരു താല്പര്യമില്ലാത്ത ഒരുപാട് ഭരണാധികാരികളും ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. സത്യവിശ്വാസികളെ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും അതുപോലെ നാട് കടത്തുകയും കൊന്നെടുക്കുകയും ചെയ്ത ഒരുപാട് ഭരണാധികാരികളും ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. ഓരോരുത്തരും അവരവരുടെ പ്രവർത്തനത്തിന്റെ ഫലം ദുനിയാവിൽ തന്നെ അനുഭവിച്ചു പോയതിന്റെ സുദീർഘമായ കഥകൾ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നുണ്ട്. അതുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞത്, നീ പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ നീ പറയുക, നീ പ്രാർത്ഥിക്കുക, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അതായത് ഭരണത്തിന്റെ അധികാരി, രാജാധികാരങ്ങളുടെ രാജാവായ തമ്പുരാനെ, തുഅ്തിൽ മുൽക മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അധികാരം എടുത്തു മാറ്റുന്നു. വതുഇസ്സു മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരെ നീ പ്രതാപവാന്മാരാക്കുന്നു. വതുദില്ലു മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദിരാക്കുന്നു. ബിയദിക്കൽ ഖൈർ, നിന്റെ കയ്യിലാണ് നന്മയുള്ളത് എന്ന് ഉറക്കെ പറഞ്ഞു കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, എന്തിനും എല്ലാത്തിനും കഴിവുള്ളവനാണ് നീ എന്ന ഒരു യാഥാർത്ഥ്യവും നീ ഉറക്കെ ഉറക്കെ അവരോട് പറയാൻ വേണ്ടി പറയുക. അവർ നീ കണ്ടില്ലേ ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതി, തൂലിജിൽ ലൈല ഫിൻ നഹാരി തൂലിജിൻ നഹാറ ഫിൽ ലൈലി വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വതുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യി വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്, രാവിലെ പകലിലേക്ക് കടത്തുന്നു, പകലിനെ രാവിലേക്ക് കടത്തുന്നു. അതുപോലെ തന്നെ ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നു, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് യാതൊരു കയ്യും കണക്കുമില്ലാതെ ജീവിത വിഭവങ്ങൾ നൽകുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്നതാണ്. അതുകൊണ്ട് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഏതൊരവസ്ഥയിലും ബേജാറാവേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, ബുദ്ധിമുട്ടാവേണ്ടതില്ല. കാരണം അവനെ നിയോഗിച്ചിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവന്റെ ഉത്തരവാദിത്വം ഏകനായ അള്ളാഹുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ശരിയായ നിലയിൽ ജിഹാദ് ചെയ്യുക, അധ്വാനിക്കുക, കഠിനമായ ത്യാഗപരിശ്രമങ്ങൾ പരിശ്രമിക്കുക, നടത്തുക എന്നുള്ളതാണ്. വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ മുറപ്രകാരം തന്നെ നീ കഠിനമായ ത്യാഗപരിശ്രമങ്ങൾ നടത്തണം. അള്ളാഹു എന്ന യാഥാർത്ഥ്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് നീ ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിന്നെ തിരഞ്ഞെടുത്തത് നീയല്ല, ഹുവജത്തുബാക്കും, അതായത് അവനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് എന്ന് ആ ഒരു യാഥാർത്ഥ്യം നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇസ്ലാമും മുസ്ലിമും ദീനും ശരീഅത്തും ഖുർആനും സംഘവുമൊന്നും നമ്മുടെ വകയല്ല, ഈ പ്രപഞ്ചത്തിന്റെ നാഥന്റെ വകയാണ്, അള്ളാഹുവിന്റെ വകയാണ് ഇസ്ലാം.
ദീൻ അള്ളാഹുവിൻ്റെതാണ്, ഖുർആൻ അള്ളാഹുവിൻ്റെതാണ്, ഇസ്ലാം അള്ളാഹുവിൻ്റെതാണ്. അത് ഈ സത്യവിശ്വാസികളായ കൂലിപ്പണിക്കാരുടെ സംഗതിയല്ല. അവർക്കിത് അംഗീകരിക്കുകയും അതിനനുസരിച്ച് നിലകൊള്ളുകയും അവിടെ ജീവൻ വെടിയേണ്ടി വന്നാൽ അവിടെ നിന്ന് ജീവൻ പോകുന്നത് വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ. ആ ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ എങ്ങനെ മാറി വരുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ ബേജാറാവേണ്ടതില്ല എന്ന് കൃത്യമായും ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ, യാതൊരു തരത്തിലുള്ള പ്രയാസവും ബുദ്ധിമുട്ടും ഈ ദീനിൽ നാം നിങ്ങൾക്കുണ്ടാക്കി വെച്ചിട്ടില്ല. മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പൂർവ്വപിതാവായ ഇബ്രാഹിമിന്റെ അതേ മില്ലത്ത് തന്നെയാണ്. ത്യാഗോജ്ജലമായ ജീവിതത്തിന്റെ മാതൃക കാണിച്ച മഹാപിതാവ് ഇബ്രാഹിമിന്റെ അതേ ദീൻ തന്നെയാണ്. ഹുവ സമ്മാക്കുമൽ മുസ്ലിമീൻ, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ആപ്ലിക്കേഷൻ കൊടുത്ത് റേഷൻ കാർഡിന് വേണ്ടി മുസ്ലിം എന്ന് പേരിട്ടതല്ല. ഹുവ സമ്മാക്കുമൽ മുസ്ലിമീൻ, ഞാൻ ഏകനാണ്, അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രവാചകൻ അംഗീകരിക്കുന്നവർക്ക് മുസ്ലിങ്ങൾ എന്ന് പേരിട്ടത് അള്ളാഹുവാണ്. വമിൻ ഖബലു വഫീ ഹാദാ, ഇതിനു മുമ്പും ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും മുസ്ലിങ്ങൾ എന്ന് നാമകരണം ചെയ്തത് അള്ളാഹുവാണ് എന്നുള്ളതാണ്. ഖൈറ ഉമ്മത്ത് എന്ന് പറഞ്ഞത് അള്ളാഹുവാണ്. ഉമ്മത്തും വസത്ത് എന്ന് പറഞ്ഞത് ഈ സമുദായമല്ല, അള്ളാഹുവാണ്. ദീനിൽ ഇസ്ലാമിനെ മനുഷ്യന്മാർക്ക് നൽകിയതും അത് ഭൂമിയിൽ നടപ്പാക്കാൻ പ്രവാചകന്മാരെ വിട്ടതും അത് ഭൂമിയിൽ നടപ്പാക്കാൻ മനുഷ്യന്മാരെ സഹായിച്ചതും ഹിദായത്ത് കൊടുത്തതും നിലനിർത്തി പോരുന്നതും അള്ളാഹുവാണ്. പക്ഷേ അതിൻ്റെ ആളുകളായി നടക്കുന്ന ആളുകൾ ഒത്തൊരുമയോടുകൂടി അത് ഉറക്കെ പറയാൻ തയ്യാറാവണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്. ലിയകൂനു റസൂൽ ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്, പ്രവാചകൻ അള്ളാഹുവിന് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കുന്നു, നിങ്ങൾ ഈ ജനങ്ങൾക്ക് സാക്ഷിയാവണം. ഇവിടെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അറിയാത്ത, പരലോക ജീവിതത്തിന്റെ സുഗമമായ ഉത്തമമായ ആ വിഭവങ്ങളെ സംബന്ധിച്ചറിയാത്ത, പരലോക ജീവിതത്തിന്റെ വളരെ വൈപുല്യത്തെക്കുറിച്ച് അറിയാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട്. എന്തൊക്കെയോ അന്ധവിശ്വാസങ്ങൾ വിഹരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ സമയങ്ങൾ നശിപ്പിച്ചു കളയുന്ന അത്തരം ആളുകൾക്ക് സുന്ദരമായ, ശാന്തമായ, മനോമോഹനമായ ജീവിതം കാണിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച് നിശ്ചയിച്ച് നിയോഗിച്ച നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ്? വഖീമുസ്സലാത്ത, നിങ്ങൾ നമസ്കാരം നിർവഹിച്ച് കാണിച്ചു കൊടുക്കണം. ഇതാണ് ഞങ്ങളുടെ രക്ഷിതാവുമായുള്ള ഞങ്ങളുടെ ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ കൂടിക്കാഴ്ച എന്നവരോട് പറഞ്ഞു കൊടുക്കണം. വാത്തു സക്കാത്ത, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അള്ള തന്ന പണത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ച് സക്കാത്ത് വ്യവസ്ഥ നിങ്ങൾ പൂർണ്ണമായി നടപ്പാക്കണം. വഅ്തസിമു ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ മുറുകെ പിടിച്ച് ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ്. അപ്പൊ അവിടെ വളരെ പ്രധാനമായ 3 സംഗതികളാണ് സാക്ഷ്യം വഹിപ്പിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർദ്ദേശിച്ചുള്ളത്. നമസ്കാരം നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും സമുദായം സത്യവിശ്വാസികൾ ഒത്തൊരുമിച്ച് നിൽക്കുകയും ചെയ്യുക. 2 കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ ചെയ്യുന്ന സമുദായം 3ാമത്തെ കാര്യത്തിൽ വളരെ പോക്കാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ പൂർത്തീകരിക്കാതെ പോക്കായി കിടക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള പരീക്ഷണങ്ങൾ, കഠിനമായ പരീക്ഷണങ്ങൾ, ആ പരീക്ഷണം എന്നുള്ളതാണ് നമ്മളെ പേടിപ്പെടുത്തുന്ന ചില സംഭവവികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഉണർന്ന് ചിന്തിക്കാനും ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാനും സത്യത്തിന്റെ വഴി കാണിച്ചു കൊടുക്കാനുള്ള അവസരമായി പ്രയോജനപ്പെടുത്തി സത്യവിശ്വാസികൾ ഈ സത്യത്തിന്റെ പാതയിൽ ഒത്തൊരുമയോടെ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി അധ്വാനിക്കണം. അങ്ങനെ ചെയ്ത് വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നസീദനാ കമാ സനൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹൽ ഇഖ്വത്തുൽ അഹിബ്ബാ, ഊസികും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ
എപ്പോഴും അള്ളാഹുവിനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണമെന്ന് നിരന്തരമായി വീണ്ടും 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 ഖുർആൻ ഉപദേശിക്കുന്നു. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അങ്ങനെ ക്ഷമാപൂർവം അള്ളാഹിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളോടൊപ്പമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ ദീനിൻ്റെ സംസ്ഥാപനത്തിനും നിലനിൽപ്പിനും വേണ്ടി പ്രവർത്തിച്ച് പ്രതിസന്ധികളെ നേരിടുന്ന സന്ദർഭത്തിൽ ജീവനെങ്ങാനും പോയാൽ നിങ്ങൾ വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്ത്, അത്തരം ആളുകളെ മരിച്ചുപോയി എന്ന് പോലും പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ടുകൊണ്ട് ദീനീ പ്രബോധന രംഗത്ത് പ്രവർത്തിച്ച കുറേ ആളുകൾ ആദ്യകാലത്ത് പല നിലക്കും മരിച്ചുപോയപ്പോൾ, പീഡനത്തിൽ മരിച്ചുപോയ ആളുകളുണ്ട്. യാസിർ അമ്മാറൊക്കെ, ഖവ്വാബ്, അതുപോലെ തന്നെ ഏറ്റുമുട്ടലുകളിൽ മരിച്ചുപോയി, പിന്നീട് യുദ്ധങ്ങളിൽ മരിച്ചുപോയിട്ടുണ്ട്. ഇവരൊക്കെ മരിക്കുമ്പോൾ ഖുറൈശി വമ്പന്മാർ പറയുന്നു, ഒരു ഉപയോഗമില്ലാതെ ആ മുഹമ്മദിൻ്റെ വാക്ക് കേട്ട് ജീവിതം തൊലച്ചു കളഞ്ഞു എന്ന് പറയുമായിരുന്നു. വെള്ളം കുടിക്കാനില്ലാതെ നടക്കുമ്പോൾ ഒരു കാര്യമില്ല, മുഹമ്മദിൻ്റെ വാക്ക് കേട്ടിട്ടുണ്ടില്ല, ഇപ്പോൾ വെള്ളം കിട്ടണില്ല, മർദ്ദനം, പീഡനം, മരിച്ചു പോകുമ്പോൾ പറയും ജീവിതം തന്നെ തൊലച്ചു കളഞ്ഞു. ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സത്യവിശ്വാസികളിൽ അത്ര ദൃഢബോധ്യമില്ലാത്ത ആളുകളുടെ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവും. അപ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞത്, അത്തരം ആളുകൾ മരിച്ചിട്ടില്ല. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യർസുഖൂൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏതെങ്കിലും തരത്തിൽ വധിക്കപ്പെട്ടാൽ, കൊല്ലപ്പെട്ടാൽ, മരിച്ചുപോയാൽ അവർ മരിച്ചുപോയവരെന്ന് പോലും നിങ്ങൾ പറയരുത്. കാരണം അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവർ, പരലോക ജീവിത വിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷിത്വത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ള, ദുന്യാവിലെ യാതൊരു പ്രയാസമില്ലാത്ത ഏറ്റവും മഹോന്നതമായ ജീവിതത്തിൽ കടന്നു പോവുകയാണ്. ഒരു നാട്ടിൽ 3 പ്രവാചകന്മാർ വന്നപ്പോൾ അവരെ ത്രവൽഗണിച്ച ആ ജനതയോട് സത്യം ഉപദേശിച്ചു കൊടുത്തൊരു മനുഷ്യനെ നാട്ടുകാർ കൊന്നുകളഞ്ഞൊരു കഥ യാസീനിലുണ്ട്. ആളുകളോട് പറഞ്ഞ്, ഈ ആളുകൾ പ്രവാചകന്മാരാണ്, അവർ സത്യമാണ് പറയുന്നത്, നിങ്ങൾ അത് അംഗീകരിക്കുക എന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങളുടെ കൂടെ ഈ നാട്ടിൽ ജീവിച്ചിട്ട് വാരത്തന്മാരുടെ കൂടെ കൂടി ഞങ്ങളെ ഉപദേശിക്കുകയാണെന്ന് പറഞ്ഞ ഒരൊറ്റ വെട്ടാട്ട് കൊടുത്തു. ഖീല ദഖുലുൽ ജന്നത ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. നമ്മൾ നല്ല മെലോഡിയസ് ആയിട്ട് ഓതുന്നുണ്ട്. അതിൻ്റെ സംഭവം ഇതാ, അവിടെ മലക്ക് വന്ന് റൂഹ് ഒഴിച്ച് ഖബറിൽ കൊണ്ടുപോയി വിചാരണ നടത്തി, അങ്ങനെയൊന്നുമില്ല. ഖീല ദഖുലുൽ ജന്ന, കടന്നോ സ്വർഗത്തിലേക്ക് എന്ന് പറയാം. അത്ര എളുപ്പമാണ്. അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്നവൻ, മരിക്കുന്നവൻ പെട്ടെന്ന് തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സ്പെഷ്യൽ പെർമിഷൻ, അത് ഖുർആൻ എടുത്ത് പറഞ്ഞ സംഗതിയാണ്. അവർ മനുഷ്യ ഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുന്നു. നമ്മൾ ഹംസ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ, ഹുസൈൻ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ, ബദറിൻ്റെ ശുഹദാക്കളെ കുറിച്ച് പറയുമ്പോൾ, ഉഹദിലെ ശുഹദാക്കളെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോഴും മനുഷ്യ മനസ്സിൽ യഥാർത്ഥത്തിൽ ഒരു സ്നേഹവും ബഹുമാനവും മാധുരവും രോമാഞ്ചം ഉണ്ടാകണം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചെന്ന് പറയാൻ പാടില്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുലേക്ക് മടങ്ങിപ്പോയ ആ മഹാരഥന്മാരുടെ സ്മരണകൾ മനുഷ്യ മനസ്സിൽ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുക എന്നുള്ളത് അള്ളാഹു തീരുമാനിച്ചൊരു സംഗതിയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും പറയേണ്ട. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, നിങ്ങൾക്ക് ഞാൻ ചില പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തുക തന്നെ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് പട്ടിണി ഉണ്ടാക്കും, അതുപോലെ തന്നെ ഭയം ഉണ്ടാക്കും. ഭയം വെള്ളപ്പൊക്കത്തെക്കുറിച്ച് ഭയം ഉണ്ടാവാം, അതുപോലെ തന്നെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഭയം ഉണ്ടാവാം, ഭരണാധികാരികളെക്കുറിച്ച് ഭയം ഉണ്ടാവാം, ഭരണത്തെക്കുറിച്ച് ഭയം ഉണ്ടാവാം. അങ്ങനെ തരത്തിലുള്ള ഭരണം. വനഖ്സിൻ മിനൽ അംവാൽ, ചിലപ്പോൾ ഷോർട്ടേജ് ഓഫ് മണി, നിങ്ങളുടെ ധനത്തിൽ ഷോർട്ടേജ് ഉണ്ടാകും, ആവശ്യത്തിന് പണം ഉണ്ടാവാതെ, കച്ചവടത്തിൽ നഷ്ടം ഉണ്ടാക്കാം, ഉദ്യോഗങ്ങളിൽ നിന്ന് പിരിച്ചുവിടപ്പെടാം, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. വൽ അൻഫുസ്, അതുപോലെ ശരീരത്തിന് ഹാനി, മരണം സംഭവിക്കാം, അല്ലെങ്കിൽ ശരീരത്തിന് വേറെ ഏതെങ്കിലും അപകടങ്ങൾ സംഭവിക്കാം. സമറാത്ത്, നിങ്ങളുടെ ഫലങ്ങൾ, അത് കൃഷിയുടെ ഫലമായാലും കച്ചവടത്തിൻ്റെ ഫലമായാലും, അങ്ങനെ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ നാം ഏർപ്പെടുത്തും. ബേജാറാവേണ്ടതില്ല. ഇത് ഗൈബിയായ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അദൃശ്യമായി അള്ളാഹുവിൻ്റെ ഈ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഓരോരുത്തരോടുമുള്ളൊരു ചോദ്യമാണ്. എന്നിട്ട് വബശ്ശിരി സാബിരീൻ, അങ്ങനെയുള്ള സമയത്ത് വളരെ ഉറച്ച നിലയിൽ നിൽക്കുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ശുഭവാർത്ത അറിയിച്ചു കൊടുക്കാൻ പറയാണ്.
അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് മരിച്ചാൽ വിളിച്ചു പോകാനുള്ള എന്തോ ഒരു സംഗതിയാണെന്നുള്ളത്. അതല്ലാതെ യഥാർത്ഥത്തിൽ ഞങ്ങൾ അള്ളാഹുള്ളതാണ്, അള്ളയിലേക്കാണ് മടങ്ങുന്നത് എന്ന ഒരു സത്യപ്രഖ്യാപനമാണ്, ഷഹാദത്താണ് അവിടെയും പറയുന്നത്. അതായത് എന്ത് വന്നാലും അള്ള തന്നെയാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്, അള്ള തന്നെയാണ് ഉണ്ടാക്കുന്നത്, അള്ളയിലേക്ക് മടങ്ങിപ്പോൾ അവനെന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ എന്നുള്ള നിലയിൽ സന്തോഷമായി പറയാണ് അള്ളാഹുലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. അത്തരം ആളുകളെ സംബന്ധിച്ച് ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം റഹ്മ, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ഇത്തരം ആളുകൾക്കാണ് അള്ളാഹു തആല റിസർവ് വെച്ചിരിക്കുന്ന. ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് യഥാർത്ഥത്തിൽ ഹിദായത്ത് ലഭിച്ചവർ, സന്മാർഗം പ്രാപിച്ച ആളുകൾ എന്ന്. അപ്പോൾ ഏതൊരു പ്രയാസം വരുമ്പോഴും ഒരിക്കൽ നമുക്ക് കേട്ടാൽ അത്ഭുതം തോന്നുന്ന ഒരു സംഗതി, ഒരിക്കൽ വിളക്കണഞ്ഞു പോയി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ സഹാബാക്കൾ ചിലർ ചോദിച്ചു, അല്ല റസൂലേ ഇതൊരു ആപത്താണോ? അതെ, സത്യവിശ്വാസിയെ ശല്യപ്പെടുത്തുന്നത് എല്ലാം ആപത്ത് തന്നെയാണ് എന്ന് പറയുണ്ടായി. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസം ആപത്ത് വരുമ്പോൾ ഇന്നാ ലില്ലാഹി പറയുന്നവന് ആപത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തടയും എന്ന് പറയുന്ന ഹദീസുകളുണ്ട്. ആപത്തിന് ശേഷം ഉത്തമമായ അവസ്ഥ ഉണ്ടാക്കി കൊടുക്കും, ആപത്തിനെ അതിജയിക്കാനുള്ള കരുത്തവന് നൽകുമെന്ന്, അതിൻ്റെ സവാബ് അങ്ങനെയാണ് എന്ന് വിശദീകരിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാ വിഷയങ്ങളും അള്ളാഹുലേക്ക് ബന്ധിപ്പിക്കുക എന്നുള്ള, സത്യത്തിന് സാക്ഷിയാവുക, ഒത്തൊരുമയോടെ നിലനിൽക്കുക, അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട്, നമസ്കാരത്തിൽ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ ഭൂമിയിൽ വഴിയറിയാതെ നടക്കുന്ന ഒരുപാട് മനുഷ്യന്മാർക്ക് വഴികാട്ടി കൊടുക്കുന്ന ഉത്തമരായ സത്യവിശ്വാസികളായി നിലകൊള്ളുക എന്നുള്ളതാണ് നമ്മുടെ നിയോഗം. ആ നിയോഗത്തിന് നമ്മൾ ഫിറ്റാണോ എന്നൊരു ആത്മപരിശോധനയാണ് ഓരോരുത്തരും നടത്തേണ്ടത്. കാലം മാറിപ്പോവും, ഭരണം മാറി വരും, നമുക്ക് അനുകൂലമായി വരും, പ്രതികൂലമായി വരും. ഏതവസ്ഥയിലും സത്യവിശ്വാസത്തിന്റെ വീഥിയിൽ ഉറച്ചു നിൽക്കാനുള്ള കരുത്തും കെൽപ്പും ശക്തിയും ചൈതന്യവും അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് വെച്ചു നീട്ടിക്കൊണ്ടിരിക്കുന്നു. രണ്ട് കൈകളും നീട്ടിയത് സ്വീകരിക്കാനും അത് ഹൃദയത്തിലേറ്റ് ജീവിതത്തിൽ പകർത്താനും തയ്യാറുള്ള വിശ്വാസികൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന ശക്തമായ ചോദ്യമാണ് ഖുർആൻ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആഞ്ഞാഞ്ഞ് പതിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ ഖുർആൻ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുത്തരം പറഞ്ഞ് ഈ ദുന്യാവിലെ ജീവിതവും ആഖിറത്തിലെ ജീവിതവും വിജയപ്രദമാക്കാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളന അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി അൻ ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഭാര്യസന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. മുന്നേ ഞങ്ങളിൽ നിന്ന് നിന്നിൽ എത്തിയ ആളുകളുടെ കബറിടങ്ങളെ പ്രകാശ പൂരിതങ്ങളായ കബറിടങ്ങളാക്കി നീ മാറ്റണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളെല്ലാം മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കുറവുകളെല്ലാം നീ പരിഹരിച്ചു തരണേ തമ്പുരാനെ. സന്താനങ്ങളിലും സമ്പത്തുകളിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ആരോഗ്യം നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്തും ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ, ദീനിൻ്റെ യഥാർത്ഥ ചിട്ട ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അതിനെതിരെ ആരെയും ഞങ്ങളുടെ തലയിൽ നീ വെച്ച് കെട്ടല്ല തമ്പുരാനെ. ഈ ദീനിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളെ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. സ്വസ്ഥമായി സമാധാനപരമായി നിനക്ക് ഇബാദത്ത് ചെയ്ത് ശാന്തവും സമാധാനപരമായി നിന്നിലേക്ക് മടങ്ങി വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. മഹ്ശറയിൽ നിന്ന് ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ നാഥ. സ്വർഗത്തിൽ ഫിർദൗസിൽ നിന്റെ ലിഖാ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ.
ഞങ്ങളുടെ ഈ പ്രാർത്ഥന തട്ടാതെ സ്വീകരിക്കുകയും ഉത്തരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم انصر اعمال المجاهدين في كل اماكن الارض يا ارحم الراحمين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا الحمد لله رب العالمين.